നമസ്തേ. കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥ വീട് പൊളിച്ച കൊമ്പ്. എന്താ വീട് പൊളിച്ച കൊമ്പ്? ഇതിൽ ചന്ദൻലാൽ, ഇത് ഉത്തരേന്ത്യയിൽ എങ്ങോ നടന്ന കഥയാണെന്ന് തോന്നുന്നു കേട്ടോ. ഞാനൊരു വായിച്ച കഥയാണ്. ചന്ദൻലാൽ എന്ന് പറയുന്ന ഒരാൾ, അയാളൊരു നല്ല ധ്വനിയാണ് കേട്ടോ. നല്ല അധ്വാനി എന്ന് പറഞ്ഞാൽ ഗ്രാമീണനായ നല്ലൊരു അധ്വാനി. അയാൾ ഈ വിറക് മരം വെട്ടി വിറകൊക്കെ ഉണ്ടാക്കി ആ വിറക് വിറ്റ് വിറക് കച്ചവടം നടത്തി ജീവിക്കുന്ന ഒരാളാണ്. ചന്ദൻലാൽ ഒരു ദിവസം അയാളുടെ വീട്ടിൽ നിൽക്കുന്ന ഒരു മരം, അത് ഏതാണ്ട് വയസ്സായി, ഇനിയിപ്പോൾ ഒരു കാബലൊന്നും തരാനുള്ള സ്ഥിതി ഉണ്ടെന്ന് തോന്നണില്ല. ഈ വയസ്സൻ മരത്തിന് വെട്ടി വിറകാക്കി വിറ്റ് തനിക്ക് ഉപജീവനമാർഗം നേടാം ആ പണം കൊണ്ട് എന്ന് കരുതി അയാൾ ആ മരം വെട്ടി കഴിഞ്ഞപ്പോൾ വെട്ടി അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ സംഗതി വെച്ചാൽ ആ മരത്തിൻ്റെ മാത്രമല്ല, അയൽപ്പക്കത്തെ വീടിൻ്റെ ഒരു മരത്തിൻ്റെ ഒരു കൊമ്പും കൂടെ അയാൾക്ക് വെട്ടേണ്ടി വന്നു. അതായത് ഈ വാസ്തവം പറഞ്ഞാൽ ചന്ദൻലാൽ തൻ്റെ മരം വീണ് അടുത്ത മലയ്ക്ക് വീഴാതിരിക്കാൻ വളരെ ശ്രദ്ധിച്ച് അതിന് വേണ്ടിയിട്ടായിട്ട് അയൽപ്പക്കത്തെ മരത്തിൻ്റെ കൊമ്പുകളൊക്കെ ഒതുക്കി അങ്ങോട്ട് മാറ്റിയൊക്കെ വെച്ച് ഇയാളുടെ ചന്ദൻലാലിൻ്റെ വീടിൻ്റെ മരം വെട്ടി. സംഗതി വച്ചാൽ ആ മരം വെട്ടി കഴിഞ്ഞപ്പോൾ അത് വന്ന് വീണോടുകൂടി തൻ്റെ അയൽപ്പക്കക്കാരൻ്റെ മരത്തുമ്മ കൂടെ വീണ് അയാളുടെ ഒരു കൊമ്പ് അങ്ങോട്ട് ഒടിഞ്ഞു വീണു. അത് അയാളുടെ വീടുമ്മ വീണു. ധനിറാം എന്നാണ് കേട്ടോ അയൽപ്പക്കക്കാരൻ്റെ പേര്. അപ്പോൾ ധനിറാം പെട്ടെന്ന് വിചാരിച്ചു, ഇതെൻ്റെ മരക്കൊമ്പാണോ വെട്ടിയത്? നോക്കുമ്പോൾ വാസ്തവത്തിൽ അങ്ങനെയല്ല. ചന്ദൻലാലിൻ്റെ മരത്തിൻ്റെ കൊമ്പ് വെട്ടിയപ്പോൾ അത് വന്ന് വീണത് ധനിറാമിൻ്റെ ഒരു മരത്തിലാണ്. അപ്പോൾ ആ കൊമ്പ് വീണ് അയാളുടെ വീടുമ്പിലേക്ക് വീണു. ചെറിയ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായി. പക്ഷെ ചന്ദൻലാലും ധനിറാമും തമ്മിൽ ഒരു മിതമായ സൗഹൃദം നിലനിൽക്കണ കാരണം വേറെ വല്ലാതെ കണ്ട് ഒരുപാട് കേടൊന്നും വീടിന് പറ്റിയില്ല. എന്നുവെച്ചാൽ അതുകൊണ്ടൊരു കാരണം, പിന്നെ രണ്ടു കൂട്ടരും പരസ്പരം ഒരു സുഹൃത്തുക്കളായിരുന്നു, മനഃപൂർവ്വം ചെയ്തതല്ല എന്നൊക്കെ മനസ്സിലായതുകൊണ്ട് ധനിറാം പിന്നെ ഒന്നും പറഞ്ഞില്ല. ചന്ദൻലാൽ വളരെ മാന്യമായിട്ട് അയാളോട് മാപ്പ് പറഞ്ഞു, ചങ്ങാതി എനിക്കൊരു അബദ്ധം പറ്റി, ഞാൻ ഈ മരം മുറിച്ചത് അത് സംഗതി വശാൽ വന്ന് വീണ് തൻ്റെ വീടിനുള്ളിലേക്ക് വീണൂലോ, അവിടുത്തെ ഒരു മരക്കൊമ്പ് തന്നെ വന്നു. അപ്പോൾ ധനിറാം സാരില്ല പോട്ടെ, താൻ മനഃപൂർവ്വം അല്ലല്ലോ, മാത്രമല്ല എനിക്ക് അത്ര കാര്യമായി നാശനഷ്ടമൊന്നും വന്നിട്ടുമില്ല എന്നും പറഞ്ഞ് രണ്ടുപേരും അങ്ങും മാറി. ചന്ദൻലാലിൻ്റെ ജോലിക്ക് പോയി, ധനിറാമിൻ്റെ വീട്ടിലേക്ക് പോയി. പക്ഷേ കുറേ ആൾക്കാരൊക്കെ ഓടിക്കൂടി ഈ മരം വീണ കണ്ടിട്ട് ചന്ദൻലാലിന് അയാളുടെ ഒരു വിറക് വെട്ടി വീട് പൊളിച്ചു, അതല്ലേ ഉണ്ടായത്. അങ്ങനെയായി പിന്നെ ചന്ദൻലാലിനെ വിളിക്കുന്നത് വിറക് വെട്ടി വീട് പൊളിച്ച അയാൾക്ക് പേരങ്ങനെയായി. ഒരു കൃത്രിമമായ അയാൾക്ക് പറ്റിയൊരു അബദ്ധത്തെ പരിഹസിച്ചു കൊണ്ടുള്ള പേരിലാണ് പിന്നെ ചന്ദൻലാൽ അറിയണത്. എല്ലാവരും അയാളാരാന്ന്, വിറക് വെട്ടി വീട് പൊളിച്ച ആൾ. അങ്ങനെ ചന്ദൻലാലിനൊരു ചീത്തപ്പേരായി, വിറക് വെട്ടി വീട് പൊളിച്ച ആൾ. എല്ലാവരും അയാളെ അങ്ങനെ പേര് പറഞ്ഞ് കളിയാക്കാനും പരിഹസിക്കാനും നാലാൾ കുളിന്നിടത്ത് ഇയാൾ ചെല്ലുമ്പോഴൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങി. വാസ്തവത്തിൽ അതിന് അമർഷം ദേഷ്യമൊക്കെ വേണ്ട ആൾ ധനിറാമായിരുന്നു. പക്ഷെ ധനിറാമിനത് അത്ര കാര്യമായിട്ട് വെച്ചൊന്നുമില്ല. ഇയാൾക്ക് ഈ ചീത്തപ്പേര് ഇങ്ങനെ താൻ വിറക് വെട്ടി വീട് പൊളിച്ചാൾ എന്നുള്ള ഈ ചീത്തപ്പേരും കേട്ടാൽ നാട്ടിൽ ജീവിക്കാനൊരു വിഷമം തോന്നി ചന്ദൻലാൽ എന്ത് ചെയ്തു എന്നറിയാമോ? തനിക്ക് ഞാൻ എൻ്റെ സ്ഥലവും കാര്യങ്ങളൊക്കെ വിറ്റ് വല്ല നാട്ടിലേക്ക് പോകുമെന്ന് തീരുമാനിച്ചു. എന്നിട്ട് ഒരു ദിവസം ധനിറാമിനോട് എന്നെ പറഞ്ഞിടോ, എല്ലാവരും എനിക്ക് തൻ്റെ വീടുമ്പിലേക്ക് ആ മരക്കൊമ്പ് വീടോടുകൂടി വീട് കുറച്ച് പൊളിഞ്ഞ് കേടായ പറ്റിയില്ലേ, കാര്യം താനത് നന്നാക്കി എടുക്കുകയും ചെയ്തു, ഞാൻ തന്നോട് മാപ്പ് അപേക്ഷിക്കുക, താൻ എനിക്ക് മാപ്പ് തരികയും ചെയ്തു. പക്ഷെ അതുകൊണ്ട് ആൾക്കാരൊക്കെ അങ്ങനെ ചീത്തപ്പേര് പറയുക, കളിപ്പേരായിട്ട് വിളിക്കുക. വിറക് വെട്ടി വീട് പൊളിച്ച ആൾ, വിറക് വെട്ടി വീട് പൊളിച്ച ആൾ
എന്നുള്ള മട്ടിൽ സംസാരിക്കുന്നത്. എനിക്ക് നാണക്കേട് വന്നില്ല. ഞാൻ എന്തിനാ ഈ ചീത്തപ്പേരുമായിട്ട് ഇവിടെ ജീവിക്കണേ, ഞാൻ വല്ല നാട്ടിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ധനീറാൻ പറഞ്ഞു, ധാനിങ്ങൾ വാ, ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം എന്ന് പറഞ്ഞ് വിളിച്ചു. അയാളുടെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോയി. അയാളുടെ വീട്ടിൽ ചെന്ന് അങ്ങനെ നോക്കുമ്പോൾ എന്താ വെച്ചാൽ വീടിൻ്റെ ഉമ്മറത്ത് തന്നെ ഒരു വീടിനോട് ചേർന്ന് ചാച്ചിറക്കിയ ഒരു സ്ഥലമുണ്ട്. പൂച്ചെടികളൊക്കെ വെക്കണ സ്ഥലമാണ്. അപ്പോൾ അവിടെയൊക്കെ ചട്ടികൾ കാര്യങ്ങളിലൊക്കെ പൂച്ചെടികൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കണ്ട് വലിയ തൂണുണ്ട്. ആ തൂണുമ്മ ചെറിയ ചെടികൾ, പൂക്കൾ, ചെറിയ ചെറിയ പൂക്കൾ ഉണ്ടാവണം ഒരു പടർപ്പായിട്ട് പുൽപ്പടർപ്പ് പോലെ പടർന്ന് നടക്കണം ഒരു ചെടി വളർത്തി ഈ തൂണിന്മ മൊത്തം പടർത്തി കയറ്റിയേക്കുക. അപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ തൂണാണെന്ന് അതിൻ്റെ ഉള്ളിലൊരു മരമുള്ളത് മരമാണെന്ന് അറിയാമെന്നല്ലാതെ കണ്ട് യാതൊരു ഭാഗവും കാണില്ല. നിറയെ പൂവുണ്ടായിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടിരിക്കുന്നു ആ തൂണ്. അപ്പോൾ പറഞ്ഞു, ഇത് കണ്ടോ എന്ന് ചോദിച്ചു. ചന്ദൻലാലിനോട് ചോദിച്ചു, ഈ തൂണൊന്ന് നോക്കണോ? അത് തൂണാണോ? നല്ല ഭംഗിയായിരിക്കുന്നു. കുഞ്ഞു കുഞ്ഞു പൂക്കളൊക്കെ, ആഹാ നല്ല രസം. കുങ്കുമത്തിൻ്റെ നിറമുള്ള നല്ല കുഞ്ഞു കുഞ്ഞു പൊട്ട് പോലെയുള്ള പൂക്കൾ നിറയെ ഉണ്ടായിരിക്കണം. നല്ല ഭംഗിയുണ്ട് ഈ തൂണ് കാണാൻ. നല്ല ചെടി, നല്ല ആ തൂണുമ്മ പടർന്ന് കയറുന്ന നല്ല ചെടി എന്നാണ്. ഇത് ഏതാ അറിയാമോ ഈ തൂണ് ഏതാണെന്ന്? പറഞ്ഞില്ല, എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞു ചന്ദൻലാൽ. പറഞ്ഞു, ഇത് താൻ അന്ന് മരം വെട്ടിയപ്പോൾ എൻ്റെ വീടുമ്മൽ കൂടെ വീണ ആ മരക്കൊമ്പാണ്. ഞാനതിൻ്റെ കൊമ്പ് ശിഖരങ്ങളൊക്കെ വെട്ടി മാറ്റി ഇവിടെ ഒരു തൂണായിട്ട് കുഴിച്ചിട്ടു. എന്നിട്ട് അതുമലേക്ക് വലിച്ചു കെട്ടി ഒരു പനമ്പ് വലിച്ചു കെട്ടി തണലായപ്പോൾ ചെടികളൊക്കെ ചട്ടിയിലും വെച്ച് ഈ തൂണുമ്മ കുഞ്ഞു പൂക്കളുണ്ടാവണം ചെടി പടർത്തി കയറ്റി. ഇപ്പം ആരും ഇത് വീടുമ്മ വീണത് വീടുമ്മ വീണ മരക്കൊമ്പ് എന്ന് ആരും ഇതിനെ അറിയണ തന്നെയില്ല. ഇതിൻ്റെ ഒരു തൂണായിട്ട് ഭംഗിയായിട്ടിരിക്കുന്നു, അത്രയല്ലേ ഉള്ളൂ. അതെ, അപ്പോൾ താൻ ഒരു കാര്യം മനസ്സിലാക്കണം ചന്ദൻലാൽ. അപ്പോൾ ചന്ദൻലാൽ വിചാരിച്ചു, എന്താ ഈ തൂണുമ്മ ഞാൻ പറഞ്ഞ എൻ്റെ പരാതിയും തമ്മിൽ ഇത്ര വലിയൊരു ബന്ധം തമ്മിൽ പറയാം. നമുക്ക് ഒരു സൽപ്പേര് വരണമെന്നുണ്ടെങ്കിൽ അത് ഒരുപാട് നാളത്തെ ശ്രമം കൊണ്ടേ ഉണ്ടാവുള്ളൂ. ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഒന്നും നമുക്കൊരു സൽപ്പേര് വരില്ല, നല്ല പേരുണ്ടാവില്ല. എന്നാൽ ചീത്തപ്പേരാണെങ്കിൽ വളരെ പെട്ടെന്നുണ്ടാവും. തനിക്ക് പറ്റിയതാ, ഒരു മരം വെട്ടി അത് വീണു, വേറൊരു മരത്തിലേക്ക് വീണു, എൻ്റെ വീടുമ്പോൾ വീണു, എനിക്കതിൽ പരാതിയില്ല, കാര്യം മനസ്സിലായി. ആൾക്കാർക്ക് അതേ ഉള്ളിലുള്ളൂ. അത് മാഞ്ഞു പോകണമെങ്കിൽ ഇപ്പം എൻ്റെ വീടുമ്പോൾ വീണ മരമാണ് ഈ നിൽക്കുന്നത്, ആ കമ്പാണ്. ആ കമ്പിനിപ്പോൾ പേരുദോഷം മാറി. ഇതിനിപ്പോൾ ആരും വീടുമ്മ വീണ മരക്കൊമ്പ് എന്ന് പറയണേ ഇല്ല. വീടുമ്മ വീണ മരക്കൊമ്പ് എന്ന് ഇതിനെ പറയില്ല. ഇതിനെ പറയണ പൂച്ചെടികൾ ഉണ്ടായിക്കണ പൂച്ചെടികൾ മറച്ചു, ആ സൽപ്രവൃത്തി മറച്ചു അതിൻ്റെ ചീത്തപ്പേര് എന്ന പോലെ. ചന്ദൻലാലെ, നിനക്ക് അന്ന് പറ്റിയൊരു അബദ്ധം, അതാണ് ഇപ്പോൾ ആൾക്കാർ ഓർക്കുന്നത്. അതിനെ മറക്കത്തക്ക വിധത്തിൽ നല്ല കാര്യങ്ങൾ, നല്ല പ്രവൃത്തികൾ ചെയ്താൽ ഈ ചീത്തപ്പേരൊക്കെ മാറും. എന്തിനാ അപ്പോൾ ഇതിനു വേണ്ടി നാട് വിട്ടു പോണേ എന്ന് പറഞ്ഞു. ഞാൻ പോകുന്നു, വേണ്ട, സാരമില്ല, നല്ല കാര്യം ചെയ്യുമ്പോൾ ആൾക്കാർ നല്ല കാര്യം ചെയ്യുന്ന ആളെന്നും പറയും എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് വിട്ടു. ചന്ദൻലാൽ വീട്ടിൽ ചെന്നിട്ട് ഒരു തീരുമാനമെടുത്തു. ധനീറാം പറയണതിൽ ഒരു കാര്യമുണ്ട്, ഇനി മുതൽക്ക് ഞാൻ മറ്റുള്ളവർക്ക് സഹായിയായിട്ട് വർത്തിക്കാൻ പോകാമെന്നു. പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ചന്ദൻലാൽ എന്ത് ചെയ്യുക, ആർക്ക് എവിടെ എന്താ ആവശ്യമുണ്ടെങ്കിലും സഹായിക്കാനായിട്ട് ആദ്യമായിട്ട് ഓടിയെത്തും. ആർക്കെങ്കിലും വയ്യാതെ കണ്ട ആശുപത്രി കൊണ്ടുപോകണം എന്ന് പറഞ്ഞാൽ ഉടനെ ചന്ദൻലാൽ അയാളെ കട്ടിലാക്കിയിട്ട് വടി വെച്ച് കെട്ടി ഒരു ഇതുമ്മ വെച്ച് കെട്ടി തോളിൽ വെച്ച് എടുത്തുകൊണ്ട് പോകണം. അവരുടെ ഗ്രാമത്തിൽ അങ്ങനെയാണ് പറയുക. ഉടനെ ആ രോഗിയെ ആസ്പത്രിയിൽ എത്തിക്കാൻ ചന്ദൻലാലും ഉണ്ടായിരിക്കും, ആ രോഗിയെ എടുക്കാനായിട്ട്. അതുപോലെ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ആപത്ത് വന്നു എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വരണം, ചന്ദൻലാൽ സൈക്കിളിൽ പോയി അവർക്കത് വാങ്ങിച്ചു കൊണ്ട് കൊടുക്കും. പിന്നെ എവിടേക്കെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് പോകേണ്ട ആവശ്യമുണ്ടെങ്കിൽ മറ്റുള്ളവർ പോകുമ്പോൾ തന്നെ അങ്ങോട്ട് പോകാൻ വിഷമം, ആരെങ്കിലും ഒരാൾ കൂട്ടുവന്നാൽ ചന്ദൻലാൽ തീർച്ചയായിട്ടും അവരുടെ കൂടെ കൂടും. മറ്റാരുടെയെങ്കിലും ഇയാൾക്കൊരു കഴിവുണ്ട് കേട്ടോ, അതായത് ഈ മൃഗങ്ങൾക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ ചന്ദൻലാൽ മരുന്ന് കൊടുക്കുക. ആർക്ക് എവിടെ മരുന്ന് കൊടുക്കേണ്ടതായ ആരുടെ മൃഗങ്ങൾക്ക് അസുഖം വന്നാലും ചന്ദൻലാൽ പോയി ചികിത്സിക്കും, മരുന്ന് കൊടുക്കും. അങ്ങനെ എല്ലാവർക്കും സഹായത്തിന് ആയിട്ട് ചന്ദൻലാൽ അങ്ങ്
മാറി. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ആവശ്യം വരുന്ന സമയത്ത് എല്ലാവരും ചന്ദൻലാലിൻ്റെ സഹായത്തിന് ഓടിയെത്തും. ചന്ദൻലാൽ ഒരു മടിയും കൂടാണ്ട് ആ സഹായം ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് സഹായി ചന്ദൻലാൽ ആയി മാറി. അപ്പോൾ ഇതുവരെ വിറക് വെട്ടി വീട് പൊളിച്ച ചന്ദൻലാൽ അങ്ങനെ ക്രമേണ നല്ല പ്രവർത്തികൾ കൊണ്ട് സഹായി ചന്ദൻലാലായി മാറി. അതാണ് ഈ കഥ. ഇന്നത്തെ കഥ വിറക് വെട്ടി വീട് പൊളിച്ചു. ആ പേര് ചന്ദൻലാലിൽ നിന്ന് മാറിക്കിട്ടി. അതായത് ദീർഘകാലത്തെ സേവനം കൊണ്ട് സൽപ്പേര് സമ്പാദിച്ചൊരു കഥയാണ് ഈ കഥ. ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. നന്ദി.